പ്രൈസ് ദി ലോർഡ്. നമ്മള് പൊതുവെളിപ്പാടിനെ കുറിച്ചാണ് ഇതുവരെ ചിന്തിച്ചത്. നെക്സ്റ്റ് പാർട്ട് സ്പെഷ്യൽ റെവലേഷൻ. ഒരു 4 വാക്യങ്ങൾ വായിക്കണം. സ്പെഷ്യൽ റെവലേഷൻ യോഹന്നാന്റെ സുവിശേഷം 1:18. യോഹന്നാന്റെ സുവിശേഷം 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. അന്നേരം യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം, ആ സ്പെഷ്യൽ റെവലേഷൻ, ആ സ്പെഷ്യൽ റെവലേഷൻ നമുക്ക് കിട്ടി. മനസ്സിലായോ? അത് മനസ്സിലാക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാ? മുഴു ലോകത്തിലുള്ള ആ മുഴു ലോകത്തിന് വേണ്ടിയാ. പക്ഷെ മുഴു ലോകവും രക്ഷ പ്രാപിച്ചോ? ഇല്ല. ആ സ്പെഷ്യൽ റെവലേഷൻ കിട്ടിയത് നമുക്കേ ഉള്ളൂ. അവന്റെ പുത്രനായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വെളിപ്പാട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായി തീർന്നു. ഇതാണ് സ്പെഷ്യൽ വെളിപ്പാടെന്ന് പറയുന്നത്. മനസ്സിലായോ? എബ്രായ ലേഖനം 1:3 വായിച്ചേ. എബ്രായ ലേഖനം 1:3. അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും. മതി, നോക്കണേ. ഈ സ്പെഷ്യൽ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. യേശു ക്രിസ്തു ആരാ? യേശു ക്രിസ്തു അവൻ ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. മനസ്സിലായോ? അന്നേരം തത്വത്തിന്റെ മുദ്ര, ഒരു ദൈവത്തിന്റെ ഫോട്ടോ എടുത്താൽ അതിൽ പതിയുന്നത് ക്രിസ്തുവിന്റെ ഫോട്ടോയാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഇന്ന് മൈക്കലേഞ്ചലോ വരച്ച ക്രിസ്തുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നേ. ഞാൻ അതിനോടൊക്കെ നഖശിഖാന്തി എതിരാണ്. കാരണം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന യേശു എല്ലാം മുടി വളർത്തിയ യേശുവാ. മുടി വെട്ടിയ യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മുടി വളർത്തിയ യേശുവിനെയാ. അന്നേരം നിങ്ങൾ സമയം പോലെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഇപ്പൊ എടുക്കണ്ട. അവിടെ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തെന്നാൽ. കർത്താവിൽ നിന്ന് ഭയങ്കര വെളിപ്പാട് പ്രാപിച്ച ഒരു മനുഷ്യനാണ് ആര്? പൗലോസ്. വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകാതിരിക്കാൻ തന്റെ ജഡത്തിലൊരു ശൂലം പോലും ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. ഭയങ്കര വെളിപ്പാടുള്ള മനുഷ്യൻ. ആ വെളിപ്പാട് പ്രാപിച്ചപ്പോ എഴുതുകയാണ്, പുരുഷൻ തലമുടി നീട്ടുന്നത് അവൻ അപമാനം. അല്ലേ? അങ്ങനെ എഴുതിയിട്ടില്ലേ? ആര് കൊടുത്ത വെളിപ്പാടാ? പറഞ്ഞു. യേശുക്രിസ്തു കൊടുത്ത വെളിപ്പാടാണ്. യേശുക്രിസ്തു പറയുകയാണ്, പുരുഷൻ തലമുടി നീട്ടുന്നത് അത് അപമാനം എന്ന് പറയുമ്പോൾ യേശുവിനെ മുടി നീട്ടിയാണ് ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ട് നടക്കുന്നത്. അതെന്തോ വിരോധാഭാസമാ, കോൺട്രഡിക്ടറി അല്ലേ? അതുകൊണ്ടാണ് ഇന്നത്തെ പല കാര്യങ്ങൾ ബൈബിൾ വെച്ച് നമ്മൾ നോക്കണം. ബിബ്ലിക്കലി നമ്മൾ ഇത് പലതും പഠിക്കുമ്പോൾ ഇന്നത്തെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം എന്തുവാ? ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുമസ് കഴിഞ്ഞു,
അല്ലേ? ഷാപ്പിന്റെ മുകളിൽ യേശു ജനിച്ചെന്ന് എഴുതി കെട്ടിയിട്ടുണ്ട്, തെങ്ങിന്റെ മുകളിലും ഉണ്ട്. മനസ്സിലായോ? അന്നേരം യേശു ജനിക്കുന്നത് മദ്യഷാപ്പിന്റെ മുമ്പിലല്ല, തെങ്ങിന്റെ മുകളിലൊന്നും അല്ല, ഈ കാണുന്നിടത്തൊന്നും അല്ലെന്നേ. യേശു അവനവന്റെ ഹൃദയത്തിൽ ജനിക്കണം. ഇപ്പം ക്രിസ്മസും കഴിഞ്ഞു, യേശുവിനെ എല്ലാരും മറന്നും പോയി. ഇഷ്ടംപോലെ കള്ളു കച്ചവടം നടന്നു, ഉൾക്കോടും പൊളിച്ചു കളഞ്ഞു. ആ എല്ലാം പൊളിച്ചു കളഞ്ഞു, എല്ലാ പരിപാടിയും അവസാനിച്ചു. ഇതൊന്നും അല്ല ക്രിസ്തു നമുക്ക് തന്ന വെളിപ്പാടെന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, തരം. ഇനി അടുത്ത വാക്യം കൊലോസ്യ ലേഖനം 2:7. കൊലോസ്യ ലേഖനം 2:7. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഈ വെളിപ്പാട് കിട്ടിയ എത്ര പേരുണ്ട്? ഇതാണ് സ്പെഷ്യൽ റെവലേഷൻ. അവനിൽ വേരൂന്നണം, അവനിൽ ആത്മീയ വർധന പ്രാപിക്കണം. അല്ലേ? ഇതാണ് നമുക്ക് കിട്ടേണ്ട വെളിപ്പാട്. ജീസസ്. ഈ ഒരു വൃക്ഷത്തിന്റെ വേരൊരിക്കലും ദൃശ്യമല്ല, അത് മണ്ണിനടിയിലാണ്. നല്ല തായ്വേരുള്ള നല്ല വേരുള്ള വൃക്ഷങ്ങളൊക്കെ എത്ര കാറ്റടിച്ചാലും പിഴുതു പോവുകയില്ല, അതത്ര സ്ട്രോങ് ആയിരിക്കും. ഇന്നത്തെ മോഡേൺ കാലഘട്ടങ്ങളിൽ നവീന ഉപദേശങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് വിശ്വാസികൾ പെന്തക്കോസിൽ നിന്ന് വീണു പോയിട്ടുണ്ട്, വഴുതിപ്പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ദൈവവചനം ഉള്ളിൽ വേരൂന്നിയ ഒരു ഭക്തനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റും, അവൻ വീണു പോകത്തില്ല. ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല നാട ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നേ ഇല്ല. ബൈബിൾ പഠിപ്പിക്കുന്ന വളരെ സ്ട്രോങ് ഡോക്ട്രിൻ ആണ്. റോമാലേഖനം 12:1-2 എത്ര ശക്തമായ ഉപദേശമുള്ള ഭാഗങ്ങളാണെന്നറിയാമോ? സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. എന്താ ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ? മിസ്സസ് MA PhD എടുത്തിട്ട് വന്നിട്ട് ഇനി ആരാധിക്കാനൊക്കത്തുള്ളതാണോ? ബുദ്ധിയുള്ള ആരാധന. ഞാൻ BDCക്ക് തോറ്റുപോയി, അല്ലെങ്കിൽ SLC പാസ്സായതേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് BAക്ക് ഇനി ഒരു പേപ്പർ കിട്ടാനുണ്ട്, ഇനി അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വന്ന് ആരാധിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനാണോ എഴുതിയേക്കുന്നേ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ ബുദ്ധികെട്ട ആരാധനയുണ്ട്. യേശു തമ്പുരാൻ മുമ്പിൽ നിൽക്കുമ്പോൾ ശമരിയ സ്ത്രീ പിതാക്കന്മാരെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനോ എന്നാ ചോദിക്കുന്നേ. യോഹന്നാൻ 4 അവനാണ് ഈ കിണർ ഞങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണാൻ കാഴ്ചപ്പാടില്ലാതെ പിതാക്കന്മാരെ ആരാധിക്കുന്ന ഒരു തലമുറ. അത് താഴെ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. ചിന്തിച്ചു നോക്കിക്കേ, കാലം പോയ പോക്കേ. ഇന്ന് എന്തിന് ഏറെ പറയുന്നു, ഇന്ന് സഭായോഗങ്ങളിൽ പോലും വിശുദ്ധ സഭായോഗം ചുമ്മാ ഒരു മീറ്റിംഗ് ആയിട്ട് കാണല്ലേ, അതിനെ നമ്മൾ പറയേണ്ട പേരെന്നറിയാവോ? ഞായറാഴ്ച വെള്ളിയാഴ്ച ഒക്കെ നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് പറയേണ്ട പേര് വിശുദ്ധ സഭായോഗം എന്നാ. ഹോളി കോൺഗ്രിഗേഷൻ, വിശുദ്ധ സഭായോഗം.
പണ്ട് കല്യാണത്തിനൊക്കെ വിശുദ്ധ വിവാഹം വന്ന എല്ലാം അങ്ങനെ ആയിരുന്നു. ആ വിശുദ്ധ എന്നുള്ള പദം ചേർത്തായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി, സംഭവങ്ങളെല്ലാം മാറിപ്പോയി. അന്നേരം വിശുദ്ധ സഭായോഗത്തിന് വരേണ്ട ഡ്രസ് കോഡ് എന്താണെന്ന് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല. മനസ്സിലായോ? സ്റ്റേജിൽ കയറുമ്പോൾ നാം എങ്ങനായിരിക്കണം വസ്ത്രധാരണം ചെയ്യേണ്ടത്? കാരണം സമൂഹം മുഴുവൻ നമ്മളെ കാണുക. കൃത്യം. ഞങ്ങൾക്കൊക്കെ പഴയ കാലത്ത് കിട്ടിയ ടീച്ചിങ് ഭയങ്കര വലുതായിരുന്നു. ഹാഫ് ഷർട്ട് ഇട്ടോണ്ട് ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ പാടില്ലെന്നാണ് ഡോക്ടർ എബ്രഹാം സാർ ഞങ്ങളെ പഠിപ്പിച്ചത്. അദ്ദേഹം മരിച്ചുപോയി. നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നവരാണ് ഞാൻ പറയാ. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കഷം ജനം കാണാൻ പാടില്ല. മനസ്സിലായോ? പണ്ട് വരുമ്പോ വി പി ജോൺ പാസ്റ്ററും ഈ ജോസഫ് ചാക്കോ സാർ പാസ്റ്ററും ഒക്കെ ഉണ്ട് ഇവിടെ. സാർ ഞങ്ങൾ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് സാധാരണ ഷേവ് ചെയ്ത് നോക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ കുഴപ്പമില്ല. പുള്ളി ഇങ്ങനെ ഒറ്റ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും തടയുന്നുണ്ടെങ്കിൽ പറയും, പിന്നെ അന്ന് 50 പൈസക്ക് 1 പൈസ പോലും കിട്ടാൻ വഴിയില്ലാത്ത കാലമാണ്. അതേ തോന്നുന്നു 50 പൈസയാണെങ്കിൽ 50 അല്ലെങ്കിൽ 1 രൂപ ആണെങ്കിൽ ഓഫീസിൽ അടച്ചിട്ട് ഫൈൻ അടച്ചിട്ട് പോയി ഷേവ് ചെയ്തിട്ട് വന്ന് ക്ലാസ്സിൽ കയറിയാവുന്നത്. ഷർട്ടിന്റെ മേൽ ഈ ബട്ടൺ ഇടാതെ നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ അടിക്കും. മനസ്സിലായോ? അതൊക്കെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിനാണ്. ഇന്നിപ്പോ എന്താ, ഏത് വസ്ത്രം ഇട്ടാലെന്നെ, ഷേവ് ചെയ്താലില്ലെന്നെ, ഷേവ് ചെയ്തില്ലെന്നെ, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അങ്ങനെ അങ്ങ് ആയിപ്പോയി. എന്നിട്ട് പറയുന്നില്ല, നമ്മളതൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോ ആരും വരുത്തൊന്നുമില്ല, അതുകൊണ്ട് ഉള്ളതിനെ നിലനിർത്തിപ്പാൻ എന്ത് ചെയ്യാ, ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ ആകാം. വിട്ടുവീഴ്ചയൊന്നും ആകാനുള്ള പരിപാടി ഇതും ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? 2025 അന്തരീക്ഷമൊക്കെ മാറുകയാണ്. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു വാചകം കൊണ്ട് വെക്കാം, ചില വിട്ടുവീഴ്ച കൂടെ ആകാം. അങ്ങനെ വാക്യം എവിടെയുണ്ടോ? ഇല്ല. സ്തോത്രം. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചേ. സ്തോത്രം. കാലങ്ങളെല്ലാം മാറും കേട്ടോ. ഞാനൊരു സത്യം പറഞ്ഞു വിടുക, കാലങ്ങളെല്ലാം മാറും. ഏതെല്ലാം കാലങ്ങൾ മാറിയാലും മാറാത്തതാണ് ദൈവവചനം. ഏത് കാലയളവിലും ഏത് കാലഘട്ടത്തിലും ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രമാണമുണ്ടെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകമാണ്. ഈ ബൈബിള് കാലങ്ങൾക്ക് അതീതമാണെന്നുള്ള കാര്യം ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നേരം സ്പെഷ്യൽ റെവലേഷൻ. ഒരു വാക്യം കൂടെ എടുത്ത്, യോഹന്നാൻ 14:10. യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. സ്തോത്രം. ഇത്ര സിമ്പിളാണ്. യേശു എന്താ പറഞ്ഞത് നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ചെയ്യണം. അപ്പോസ്തലന്മാർ എന്താണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചു നൽകിയത്, അല്ലെ അവരെന്താണ് പഠിപ്പിച്ചത്, ഇതാ ചെയ്യേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഒരു ചർച്ച് ലീഡേഴ്സിന്റെയും ഒരു ഓർഗനൈസേഷന്റെയും ഫോളോവർ ആകണ്ട. നമുക്കൊരു ഓർഗനൈസേഷൻ ആവശ്യമാണ്, സഭ വേണം, അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഫോളോവർ ആകണം, വചനം അനുസരിക്കണം. മനസ്സിലായോ? അതിനപ്പുറത്തോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഇത്തരം കാര്യം ഓർക്കണം. സ്പെഷ്യൽ റെവലേഷൻ. ഇനി 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം നിർത്താം. രണ്ടാമത് ദൈവശ്വാസ്യത. ദൈവശ്വാസ്യത എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യന്റെ പേരെന്നാ?
ആദം ആദാം. ആദം ആദാം എങ്ങനെ മനുഷ്യനായി തീർന്നേ? ആദാം എങ്ങനെ മനുഷ്യനായി തീർന്നു? ദൈവം ദൈവം മൂക്കിൽ മനുഷ്യ- ഊതി പാപം അവൻ ചെയ്ത് ജീവൻ മാറി. ജീവശ്വാസം ഊതി അങ്ങനെ ജീവനുള്ള ദേഹിയായി തീർന്നു. നിലത്തെ പൊടി കൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ ഒരു സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മൂക്കിൽ സമൂഹം. ജീവശ്വാസം ഊതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഈ മണ്ണിനകത്ത് അസ്ഥിയുണ്ടോ? ഇല്ല. ഇല്ല മണ്ണിനകത്ത് രക്തമുണ്ടോ? ഇല്ല മണ്ണിനകത്ത് മനുഷ്യന്റെ ത്വക്കോ മാംസമോ എന്തെങ്കിലും ഉണ്ടോ? തലമുടി ഉണ്ടോ? നിലത്തെ പൊടിയെടുത്ത് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. എന്തെല്ലാം വ്യത്യാസമാ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ മനുഷ്യനിൽ വന്നത്. അസ്ഥി വേണ്ടുന്നിടത്ത് അസ്ഥി വന്നില്ലേ? മാംസം വേണ്ടുന്നിടത്ത് മാംസം, രക്തം വേണ്ടുന്നിടത്ത് രക്തം, തലമുടി വേണ്ടുന്നിടത്ത് തലമുടി. ഓ, അത്ഭുതകരവും അതിശയകരവുമായി ദൈവം സൃഷ്ടിച്ചു. രാമൻ പറഞ്ഞാട്ടെ. ആമേൻ. അങ്ങനെ ഈ ഒരു അനുഭവത്തിൽ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ്. അന്നേരം ദൈവം ഊതിയതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അത് പറയാനത് കൊണ്ടുവന്നത് ദൈവത്തിന്റെ ശ്വാസമാ ദൈവവചനം. അതിനെ തട്ടിക്കളിക്കാനുള്ളതല്ല, ഇതിനോട് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതല്ല. സ്തോത്രം. എല്ലാ 2 തിമോത്തിയോസ് 3:16 എല്ലാ തിരുവെഴുത്തും all scripture is given by the inspiration of God. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസം. ഇപ്പം കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഇവിടൊക്കെ ഉണ്ട്. അവര് പറയുന്നത് നിങ്ങൾ പഴയ നിയമം വലിച്ചു കീറിക്കളക, പുതിയ നിയമം മാത്രം മതി. പഴയ നിയമം കൊണ്ട് കളഞ്ഞേരെ. പഴയ നിയമത്തിലെ സങ്കീർത്തനം നമുക്ക് വേണ്ട, പഴയ നിയമം വേണ്ട, പഴയ നിയമം എല്ലാം പുതിയ നിയമം മതി. സ്തോത്രം. പുതിയ നിയമം എങ്ങനെ തുടങ്ങുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് വായിച്ചേ, മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്തേ. ഒരു ബേസിക് നോളജേലും തന്നു വിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സാക്ഷി അനുവദിക്കുക, ഒന്ന് ഉറക്കം വരത്തില്ല എനിക്ക്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അന്നേരം നമുക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി. അബ്രഹാം ആരാ? ഓ, അത് പഠിക്കണ്ട. ദാവീദ് ആരാ? അതും പഠിക്കണ്ട. നമുക്ക് യേശു ക്രിസ്തുവിനെ മാത്രം പഠിച്ചാൽ മതി. അബ്രഹാമിനെ പഠിക്കാതെ, ദാവീദിനെ പഠിക്കാതെ യേശു ക്രിസ്തുവിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇനി റോമാലേഖനം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 300 ഉദ്ധരണികൾ പല നിലയിൽ വാക്യങ്ങളും വാക്കുകളെല്ലാം റോമാലേഖനത്തിലുണ്ട്. മുഴുവൻ പഴയ നിയമത്തിൽ കോട്ട് ചെയ്തേക്കുന്ന. അത് പഠിക്കാതെ റോമാലേഖനം പഠിക്കാൻ പറ്റിയല്ല. എനിക്കൊന്നും നമ്മുടെ ബിൻരാജ് സാർ ആയിരിക്കും നിങ്ങളെ റോമൻസ് ആൻഡ് ഗലേഷ്യൻസ് എടുക്കുന്നത്, മനസ്സിലായോ? അത് പഠിക്കാൻ പറ്റിയല്ല. ഇനി എന്തിനേറെ പറയുന്നു, എബ്രായ ലേഖനം പഠിക്കണമെങ്കിൽ ലേവ്യ പുസ്തകത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് എബ്രായ ലേഖനം. അന്നേരം പുതിയ നിയമം പഠിക്കണമെങ്കിൽ പഴയ നിയമം പഠിച്ചേ നോക്കൂ. പഴയ നിയമം പഠിക്കാതെ പറ്റിയല്ല. ഞാൻ കോട്ടയത്തെ ടാബർനക്കൽ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു വിഷയം ഉണ്ടായി. ഇനിയും പഴയ നിയമം ആരും പഠിപ്പിക്കേണ്ട, പുതിയ നിയമം മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ ടാബർനക്കൽ പഠിപ്പിക്കുന്നതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് ടാബർനക്കൽ, റെവലേഷൻ, യുഗങ്ങളൊക്കെ. അന്നേരം എന്നോട് പറയും ടാബർനക്കൽ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി. സ്തോത്രം. ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും. അവിടുത്തെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പഠിപ്പിക്കുന്നത് എന്താണെന്ന് സാർ ഒരു ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാം, എന്നിട്ട് ആ തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അദ്ദേഹം ക്ലാസ്സിൽ വന്നു. അന്നേരം സമാഗമന കൂടാരത്തിന്റെ എവിടെ തൊട്ടാലും ക്രിസ്തുവിനെയാ സ്പർശിക്കുന്നത്, അറിയോ? എവിടെ തൊട്ടാലും
അങ്ങനെ ശരിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞ പുള്ളി പറഞ്ഞു, "എടാ, ഇത് മുഴുവൻ ക്രിസ്തുമയമല്ലേ, പിന്നെ ഇതെന്താ വേണ്ടാന്ന് പറയുന്നത്, ഇത് തന്നെ പഠിപ്പിച്ചാൽ മതി" എന്ന് പറഞ്ഞു. പിന്നെ ഒരു ക്ലാസ്സിലൂടെ വന്ന് പിന്നെ പുള്ളി വന്നില്ല. കാരണം ഇതെന്താണെന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ ന്യൂജൻ മിനിസ്റ്റേഴ്സിനൊന്നും തിരുവചനം അറിയത്തില്ല. അവർക്ക് അറിയത്തില്ല ഇതെന്തുവാണ്. അതിന് പഠിക്കണമെങ്കിൽ മെനക്കെട്ട് പഠിക്കണം. മനസ്സിലായോ? ഞാന് BTH പഠിച്ചത് ഇന്നത്തെ BTH പഠിത്തം പോലല്ല. 72 സബ്ജക്റ്റാണ് ഞാൻ പഠിച്ചത്. 72 സബ്ജക്റ്റ് ഭൂമിയിൽ ഒരിടത്തും BTH ഇല്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ സെമിനാരി ഞങ്ങൾക്ക് 72 സബ്ജക്റ്റ് തന്നു. ഇത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും ക്ലാസ് ഉണ്ടായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ വചനം ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ പറയണം, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ എബ്രായലേഖനം നമുക്ക് പഠിക്കാൻ പറ്റും, എങ്ങനെ റോമാലേഖനം പഠിക്കാൻ പറ്റും, എങ്ങനെ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം അടിസ്ഥാനമില്ലാതെ ഒരു കാരണവശാലും ഒരു കെട്ടിടം പണിയാൻ പറ്റിയല്ല. മനസ്സിലായോ? ഓക്കെ, അത് അത്രയും ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം. സ്തോത്രം. അന്നേരം ന്യൂ ടെസ്റ്റ്മെന്റ് ഹാസ് നോ എക്സിസ്റ്റൻസ് വിത്തൗട്ട് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമമില്ലാതെ പുതിയ നിയമത്തിന് നിലനിൽപ്പില്ല. ആ കാര്യം ഓർക്കണം. ഇനി ഡിവൈൻ കാനോൺ, അളവുകോൽ, ദൈവിക മെഷർമെന്റ് ആണ് ദൈവത്തിന്റെ വചനം. ഇതോട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റിയല്ല. മനസ്സിലായോ? ഇന്ന് ലോകത്തിൽ ഒരുപാട് ഡിനോമിനേഷൻസ് ഉണ്ട്. കാത്തലിക്സ് ഉണ്ട്, മർത്തോമായുണ്ട്, യാക്കോബായുണ്ട്, ഇവാഞ്ചലിക്കൽ കാരുണ്ട്, യേശുനാമക്കാരുണ്ട്, യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഉണ്ട്, ലൂതറൻ ചർച്ച് ഉണ്ട്, പെന്തക്കോസ്റ്റ് ചർച്ച് ഉണ്ട്, ബ്രദറൻ ചർച്ച് ഉണ്ട്. ആയിരക്കണക്കിന് സഭകളുണ്ട് കേട്ടോ. ഇവരെല്ലാം പറയുന്നത് ഞങ്ങളെല്ലാം വേദോസ്തപ്രകാരം ജീവിക്കുന്നവരാണ് അവിടെ. ഇപ്പം CP ജോൺ ബ്രദർ താമസിക്കുന്ന വീട്ടിലെ അവിടുത്തെ ഹോളിന്റെ നീളം അങ്ങ് എടുക്കുക. അദ്ദേഹം പറയാണ്, ഇത് നീളം എടുക്കുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ഭാഗമുണ്ട് അങ്ങ് പറയുകയാണ്, ഇത് പാസ്റ്ററെ ഒരു 15 അടി നീളമുണ്ട്. ഇത് എന്നോട് പറയാം. ഞങ്ങള് ധരിച്ചിരിക്കുന്നതും ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നതും 15 അടി നീളമാണ്. അന്നേരം ഞാൻ ചെന്നിട്ട് പറയാണ്, ഇത് 12 ഉള്ളൂ. പുള്ളി സമ്മതിക്കില്ല. ഭയങ്കര ആർഗ്യുമെന്റ് നടക്കുക. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? സുജിൻ പറ, ഈ വിഷയം എങ്ങനെ പരിഹരിക്കും പറ. ഞാന് പിടിച്ച മുയലിന് കൊമ്പുണ്ട്, അദ്ദേഹം പിടിച്ച മുയലിനും കൊമ്പുണ്ട്. മുയലിന് കൊമ്പുണ്ടോ? മുയലിന് കൊമ്പില്ല. ഇല്ല. പക്ഷെ അദ്ദേഹം പിടിച്ച മുയലിനും കൊമ്പുണ്ട്, ഞാൻ പിടിച്ച മുയലിനും കൊമ്പുണ്ട്. ഈ പ്രശ്നം എങ്ങനാ പരിഹരിക്കണ്ടേ? അളക്കണം. അളക്കണം. മനസ്സിലായോ? അന്നേരം എന്ത് ചെയ്യും? ഒരു മധ്യസ്ഥം വന്നിട്ട് ഇത് അളക്കും. അളക്കുമ്പോള് ചിലപ്പം 15 അല്ലായിരിക്കും, 12 അല്ലായിരിക്കും, ചിലപ്പം 10 ആയിരിക്കും, ചിലപ്പം 10. അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞതുപോലെ ബൈബിള് വെച്ച് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും എന്നത് അക്കവണ്ണം പ്രാപിക്കൂ എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള ശേഷക്രിയകൾ ചെയ്യുന്നതിനകത്ത് എന്നാ അർത്ഥം? ബൈബിള് വെച്ച് അത് അംഗീകരിക്കാൻ പറ്റുമോ? പറ. ഇല്ല. അംഗീകരിക്കാൻ പറ്റിയല്ല. ഇനി പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. എന്റെ വല്യപ്പച്ചൻ മരിച്ചിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 50-52 വർഷമായി എന്റെ പപ്പായുടെ അപ്പച്ചൻ മരിച്ചിട്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബക്കാര് എല്ലാ വർഷവും ഇടയ്ക്ക് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. ഈ 52 വർഷവും കുർബാന ചൊല്ലിച്ച് മീറ്റിംഗ് നടത്തി ഓരോ കാര്യം ആത്മാവ് എവിടെ ചെന്നെന്ന് ആർക്കും ഒരു എത്തും പിടിയില്ല. ഇനി എന്തുമാത്രം ചെയ്താൽ ഒക്കുമെന്നും അറിയത്തില്ല. വേറൊരു എക്സാമ്പിളോട് പറയാം, ശ്രദ്ധിച്ചിരുന്നോണം. നമ്മുടെ ഫോർ എക്സാമ്പിൾ ആകട്ടോ, സുജിനെ 2 കൊല്ലം മുമ്പ് SLC എഴുതി, പിന്നെ പിറ്റത്തെ വർഷം എഴുതി, കഴിഞ്ഞ വർഷം എഴുതി, ഈ വർഷം എഴുതി, ഇനി അടുത്ത വർഷം എഴുതാൻ പോവാ. അതിന്റെ അർത്ഥം എന്താന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ.
തോറ്റു വേറെ എല്ലാ കാണും. വർഷവും ബാധിച്ചിട്ട്. എല്ലാ വർഷവും തോന്നും. എല്ലാ വർഷവും തോറ്റു. തോറ്റോണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ് മനസ്സിലായി. ഈ എഴുതുന്നോണ്ട് മനസ്സിലായി. അതുകൊണ്ട് ദൈവവചനം, അതിന്റെ അളവുകോൽ ദൈവവചനം, ഇതനുസരിച്ച് വേണം മനസ്സിലായി. സഭ അനുസരിച്ച വചനത്തെ പിന്നെ നമ്മൾ വ്യാഖ്യാനിക്കാനല്ല, ദൈവവചനം അനുസരിച്ച് എന്ത് ചെയ്യണം പറ. വ്യാഖ്യാനിക്കണം. അതെ. ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്നു, വി.പി. ജോൺ പാസ്റ്റർ കടയിൽ ചെന്നു, അദ്ദേഹത്തിന്റെ കാലം 10 ഇഞ്ചിന് നീളമുള്ള ചെരുപ്പാണ് വേണ്ടി. അവിടെ ചെന്നപ്പോ 8 ഇഞ്ചേ ഉള്ളൂ. എന്നാ ശരി, എന്റെ കാലൊന്ന് വെട്ടി റെഡിയാക്കി 8 ഇഞ്ചാക്കാന്ന് നടക്കുന്ന കാര്യമാണ്. ഇന്ന് പലരും ബൈബിളിനെ വെട്ടി ശരിയായിക്കൊണ്ടിരിക്കുക, മനസ്സിലായോ? എന്നിട്ട് ഇത് ഡിവൈൻ കാനോനാണ്. വി കനോട്ട് ചേഞ്ച് ദ മെഷർമെന്റ്. നമുക്കിത് മാറ്റാൻ പറ്റിയല്ല, കൂട്ടുവാനോ കുറയ്ക്കാനോ പറ്റിയല്ല. വളരെ വേഗത്തിൽ ഒരു 3-4 വാക്യങ്ങൾ വായിച്ചത് ഇവിടെ നിർത്തുക. സ്തോത്രം. ആവർത്തന പുസ്തകം 29:28. ആവർത്തനം 29:28. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. ആമേൻ. എല്ലാം പിടി കിട്ടിയോ? ബൈബിളിൽ അനേകം മർമ്മങ്ങളുണ്ട്. ഈ മറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ പുറകെ ഓടി കാല് തേയാൻ പോകാതെ വെളിപ്പെട്ടിരിക്കുന്ന വിഷയമുണ്ട്, അതങ്ങ് അനുസരിച്ചാൽ മതി എന്നാ പറഞ്ഞത്. വെളിപ്പെട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലെ ശിശുസ്നാനത്തിന്റെ ഒരു കുഞ്ഞു വാക്യം പോലുമില്ല. എന്നിട്ട് വെളിപ്പെടാതിരിക്കുന്ന പിന്നെ പള്ളിപ്രമാണി കുടുംബ സ്നാനമേറ്റു, ആ കുടുംബ സ്നാനമേറ്റു, ഈ കുടുംബ സ്നാനമേറ്റു, കുടുംബം എന്ന് പറയുന്നത് പിള്ളേരില്ലേ, ഇതൊന്നും തർക്കിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. വെളിപ്പെട്ട് കിട്ടിയതനുസരിക്കാന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? 2 തീമോഥെയോസ് 3:14 പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പഠിച്ചു. ഇത്രയുള്ള എന്റെ കാര്യം. നമ്മുടെ രക്ഷയ്ക്ക് നമ്മളെ ജ്ഞാനിയാക്കുവാൻ ആവശ്യമുള്ളതെല്ലാം ഈ തിരുവെഴുത്തിനകത്തുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട. വിലപോലതിക്ക് ആ ലേഖനം ഇവിടെ പോയി, ആ ലേഖനം ഇവിടെ പോയി, ഇതിനൊന്നും പുറകെ നടക്കാനല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. വെളിപ്പെട്ട് കിട്ടിയതനുസരിക്കാമോ? വിശ്വാസ സ്നാനം സത്യമെന്ന് വചനം പറഞ്ഞു, അതനുസരിക്ക്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നുള്ളത് അനുസരിക്ക്. എന്താണോ പറഞ്ഞത് അങ്ങ് അനുസരിക്ക്. അങ്ങനെ അനുസരിക്കാൻ പോകുമ്പം ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന് പറയുമ്പോൾ അനുരൂപമാകരുത്. അതൊക്കെയല്ലേ ഏറ്റവും ഉപകരമായ കാര്യങ്ങൾ. ഓക്കെ. വെളിപ്പാട് ദിവസം 22:18, 19 വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. വെളിപ്പാട് 22:18. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ ഈ സൈമൺ ബാർസ് കൂട്ടിയാലോ, ഏതെങ്കിലും ചർച്ച് ലീഡർ കൂട്ടിയാലോ, ഏതെങ്കിലും വലിയ വലിയ ആളുകൾ കൂട്ടിയാലോ, ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനെ വരുത്തും. ബാധകൾ ദൈവം വരുത്തും. അടുത്തത്, ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. എന്താ അതിന്റെ അർത്ഥം? ഇത് ബൈബിള് പിന്നെ തെറ്റായ നിലയിൽ പഠിപ്പിക്കുകയും ജനത്തെ തെറ്റായ നിലയിലേക്ക് കൊണ്ടുവരികയും ബൈബിളിലെ സത്യങ്ങളെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ അവൻ ദൈവസന്നിധിയിൽ കാണുകയില്ലെന്നായി പറഞ്ഞു വെച്ചത്. മനസ്സിലായോ? അതാണ് സത്യമായ കാര്യങ്ങൾ. ചില ചോദിക്കും പെന്തക്കോസിൽ മാത്രമേ പോകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പെന്തക്കോസ് ആണെങ്കിലും പെന്തക്കോസിൽ വന്ന ദൈവമക്കൾ ഇതനുസരിച്ചാലേ പോകത്തുള്ളൂ, അല്ലാതെ പോകാൻ സാധ്യത വളരെ കുറവാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള വിഷയം ഒരു ലാർജ് സബ്ജക്റ്റ് ആണ്. ദ സബ്ജക്ട്സ് ഓഫ് തിയോളജി. ദൈവശാസ്ത്രത്തിന്റെ സബ്ജക്റ്റുകളാണ്, വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാര്
പ്രകൃതിയെ കുറിച്ച് പഠിപ്പിക്കും അല്ലെ. നമ്മൾ പഠിക്കുന്നത് കോസ്മോളജി, പിന്നെ ഗണിതശാസ്ത്രമുണ്ട്, മാത്തമാറ്റിക്സ്, ജീവശാസ്ത്രം, ബയോളജി, ഊർജതന്ത്രം, ഫിസിക്സ്, രസതന്ത്രം, കെമിസ്ട്രി അല്ലെ, പിന്നെ ആസ്ട്രോളജി, വാനശാസ്ത്രം, ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. അന്നേരം അവരിതിനെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ നിലയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബൈബിളിനെ ആ ഒരു നിലയിൽ പഠിച്ചുകൂടാ? മനസ്സിലായോ? അന്നേരം ദൈവശാസ്ത്രത്തിൽ ഏതാണ്ട് 14 വിഷയങ്ങൾ ദൈവശാസ്ത്രത്തിനുണ്ട്. മേജർ ഡിവിഷൻസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആദ്യം പറഞ്ഞത്. എന്നാൽ ദൈവശാസ്ത്രം പഠിക്കുന്നവർക്ക് ഒരു 14 സബ് ഡിവിഷൻസ് ഉണ്ട്. മനസ്സിലായോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചിന്തിച്ചു വിടാം. അതിനുശേഷം നമ്മൾ എക്ലിഷിയോളജി, സഭാശാസ്ത്രത്തിലേക്ക് കയറും. നല്ല കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് കൊണ്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. സ്തോത്രം. ദൈവശാസ്ത്രത്തിന് ആമുഖം, ഇൻട്രൊഡക്ഷൻ ടു തിയോളജി. ഇൻട്രൊഡക്ഷൻ ടു ദ തിയോളജി. ഉൽപ്പത്തി മുതൽ ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് കാണാം. ഈ ദൈവശാസ്ത്രത്തിന്റെ ആമുഖത്തിൽ എന്തൊക്കെ പഠിക്കണമെന്നറിയാവോ? ദൈവശാസ്ത്രത്തിന്റെ വളർച്ചയെ കുറിച്ച് പഠിക്കാൻ കാണും, അതിന്റെ ശ്രേഷ്ഠത, ഇതൊക്കെ ഇതിന്റെ മുഖവരയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. പിന്നെ വേദപുസ്തക ശാസ്ത്രം, അതിന് ബിബ്ലിയോളജി എന്നാ പറയുന്നത്. ബിബ്ലിയോളജി, വേദപുസ്തക ശാസ്ത്രം. ബിബ്ലിയോളജിയിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, ബൈബിളിന്റെ ഉത്ഭവം എവിടാണെന്ന് പഠിക്കാനുണ്ട്. 2, അതിന്റെ ഉടമസ്ഥാവകാശം. നമുക്കറിയാമല്ലോ, 40-ൽ പരം എഴുത്തുകാർ 1500 വർഷങ്ങൾ കൊണ്ട് പലയിടങ്ങളിൽ 3 ഭൂഖണ്ഡങ്ങളൊക്കെ എഴുതിയ ചരിത്രമൊക്കെ അറിയാം. അന്നേരം ഇതിന്റെ ഉത്ഭവം, അതിന്റെ ഉടമസ്ഥാവകാശം, ബൈബിളിന്റെ ദൈവശ്വാസ്യത, ബൈബിളിലെ എഴുത്തുകാര്, അതിന്റെ ഭാഷാരീതി, അതിന്റെ ചരിത്രം, അതിന്റെ ആധികാരികത, അതിന്റെ മൂലപ്രതികൾ, ട്രാൻസ്ലേഷൻസ്, അതിന്റെ ഭാഷാന്തരങ്ങൾ, അതിന്റെ പഠന രീതി, ഇതെല്ലാം ബിബ്ലിയോളജിയിൽ പഠിക്കാനുള്ളതാണ്. ദൈവം അവസരം തരുവാണെങ്കിൽ വേറെ സാറുമാര് നിങ്ങളെ ഈ വിഷയമൊക്കെ പഠിപ്പിക്കും കേട്ടോ. ഇനി ആരും പഠിപ്പിച്ചില്ലെങ്കിൽ സമയം പോലെ ഞാൻ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ എടുത്തോളാം. ഓക്കെ. അന്നേരം ഞാനൊരു ബിബ്ലിയോളജിയിൽ നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ബൈബിളിന്റെ ഉത്ഭവം പഠിക്കണം, അതിന്റെ ഉടമസ്ഥാവകാശം പഠിക്കണം, ദൈവശ്വാസ്യത പഠിക്കണം, എഴുത്തുകാരെ കുറിച്ച് പഠിക്കണം, ഭാഷാ രീതിയെ കുറിച്ച് പഠിക്കണം, ചരിത്രത്തെ കുറിച്ച് പഠിക്കണം, ആധികാരികത, ബൈബിളിന്റെ ആധികാരികത, ബൈബിളിന്റെ മൂലപ്രതികൾ, ബൈബിളിന്റെ ഭാഷാന്തരങ്ങൾ, പഠന രീതി, ഇത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു വിട്ടിട്ട് കർത്താവ് അനുവദിച്ചാല് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറാം. ഉള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. തിയോളജി എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി ഏറ്റവും നമ്മുടെ സെമിനാരിയുടെ ഒരു നട്ടെല്ലാണ്, ബൈബിൾ കോളേജിന്റെ നട്ടെല്ലാണ്. എവിടെയും നമ്മുടെ ഹാർട്ട് പോലാണ് ബൈബിൾ കോളേജിന്റെ ഈ തിയോളജി സബ്ജക്റ്റ്. അന്നേരം അത് ശരിക്ക് അതിനൊരു അറ്റാക്ക് ഒന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിച്ചോ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സുമ സിസ്റ്റർ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണീസമ്പന്നനായ